ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും നന്നായിട്ടിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മളോട് അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ട്. നമ്മൾ ഒരിടം വരെ പോവാണ്. ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിലാണ് കേട്ടോ. നമ്മളുടെ വേറൊരു ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് മോം ടു ബി ഫംഗ്ഷൻ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. വൈകിട്ട് ഒരു 6:45 സമയത്താണ് ഇറങ്ങിയത്. നോർമലി ഈ സമയത്ത് നമ്മൾ 4 പേരും ചേർന്ന് പുറത്തിറങ്ങിയിരിക്കുക അല്ലെങ്കിൽ പുറത്ത് നടക്കാൻ പോവുക, ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറ്. ആദ്യം ലോട്ടിലാണ് കേട്ടോ പോയത്. അവിടെ പോയി കുറച്ചിങ്ങനെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ നോക്കി. പക്ഷെ നമ്മുടെ മനസ്സിനൊത്തെ എല്ലാം ഒന്നും കിട്ടിയില്ല. എന്നാലും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി നമ്മൾക്ക് എന്താ പറയുക, ഒരു രസമല്ല ഇതൊക്കെ. പെട്ടെന്ന് തീരുമാനിച്ചെടുത്തൊരു ഡിസിഷൻ ആണെങ്കിൽ കൂടി ഞങ്ങൾക്ക് നല്ല പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച കുറേ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. എനിക്ക് സത്യം പറഞ്ഞാലേ എൻ്റെ ബ്രൈഡ്സ് ടു ബി നന്നായിട്ട് ഓർമ്മ വന്നു. അതിൻ്റെ പിന്നിൽ ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടെ ഉണ്ണിവാവകളുള്ളതുകൊണ്ട് കുറച്ച് മാനേജ് ചെയ്യാൻ ഇത്തിരി പാട് തന്നെയാണ്. കാരണം ഓരോന്നിങ്ങനെ എടുക്കുമ്പോൾ ഇവർ സൈഡിൽ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ അതൊക്കെ പറക്കിയെടുത്തിട്ട് പിന്നെയും അതിൻ്റേതായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും. പിന്നെ ഇങ്ങനത്തെ ഒരു ഏരിയയിലോട്ടാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ എന്തൊക്കെയോ എടുക്കാനൊക്കെ തോന്നൂലേ. ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പറ്റിയത് ഉണ്ടായില്ല എന്ന് മാത്രം. പിന്നെ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സമയങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ലൈഫിൽ UAE വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ 3 ഗേൾസ് ചേർന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല. ജോലിക്ക് ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനൊരു കാര്യം ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് UAE വന്നിട്ട്. നാട്ടിലെൻ്റെ സ്ഥിരം പരിപാടി ഇത് തന്നെയായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുക, ഫുഡ് കഴിക്കാൻ പോവുക, ഏതെങ്കിലും പാർക്കിൽ പോവുക, ബീച്ചിൽ പോവുക, അല്ലെങ്കിൽ വണ്ടിയിൽ കറങ്ങാൻ പോവുക. അതിപ്പോൾ കൊച്ചിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ കൂടിയും അവിടെയായാലും പിന്നെ ഞാൻ PGക്ക് പഠിച്ചപ്പോഴും ഡിഗ്രിക്ക് പഠിച്ചപ്പോഴും എവിടെ പഠിച്ചപ്പോഴായാലും എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനൊരു സിറ്റുവേഷൻ കിട്ടിയിട്ടേ ഇല്ല. പിന്നെ നമുക്ക് പറ്റുന്ന വിശ്വാസമുള്ള, നമ്മളെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ വേണം അല്ലേ. ഇപ്പോൾ ഇവരെന്ന് പറയുന്നത് നമ്മളുടെ വില്ലയിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. ഒരാളുടെ പേര് പ്രിൻസി, മറ്റാളുടെ പേര് ജാസിയ. ഞാൻ പേരൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടക്കാനൊക്കെ പോയി. പിന്നെ അങ്ങനെ എപ്പോഴും കാണുമല്ലോ, ഒരു വില്ല തന്നെ ആകുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണല്ലോ. വളരെ കുറച്ച് ഐറ്റംസേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ. പിന്നെ നേരെ ഇറങ്ങാണ് ലുലുവിലോട്ട്. ഈ ലോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ലുലു. പുറത്തിറങ്ങിയപ്പോൾ അതേ വീണ്ടും ചൂടായി. ഞാനീ തൂക്കി പിടിച്ചുകൊണ്ട് പോകണില്ലേ, അത്രയും നമ്മൾ വാങ്ങിച്ചുള്ളൂ കേട്ടോ. ബാക്കി അതെന്താണ് ഏതാന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ ഇതിന് ശേഷം. അതിൽ നമുക്ക് കാണാം. അപ്പോൾ അതേ നമ്മൾ ലുലുവിലോട്ട് നടക്കുകയാണ്. പുറത്ത് നല്ല ചൂടാണ് കേട്ടോ, പോരാത്തതിന് ഹ്യൂമിഡിറ്റിയും. കുറച്ച് നാളുകളായിട്ട് ഈ ലുലുവിലേക്ക് വരാറില്ല ഞാൻ. അതുകൊണ്ട് പിന്നെയും കണ്ടപ്പോൾ ഒരു പുതുമയായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. സർപ്രൈസായിട്ട് തോന്നിയത് അതൊന്നുമല്ല. ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് കേക്ക് കിട്ടി. അതും കുറേ കേക്ക് നമുക്ക് കിട്ടി. 3 പേർക്കും 3 ഒരു എന്താ പറയുക, ഒരു പ്ലേറ്റിൽ കുറേ കിട്ടി. ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ നല്ല ഇൻട്രസ്റ്റിലൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഇത് എവിടെ ഇരുന്ന് കഴിക്കും, എങ്ങനെ കഴിക്കുന്നൊരു പിടി ഉണ്ടായിരുന്നില്ല. ആ നിപ്പാണ് ഈ നിൽക്കുന്നത്. കൊണ്ട് തന്നപ്പോൾ നമ്മൾ വേഗം വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഉണ്ണിവാവകളൊക്കെ ഉള്ളതുകൊണ്ടേ മാനേജ് ചെയ്യാൻ നല്ല പാടാണല്ലോ. അവരെ ഇരുത്തിയാലും അവർ ഇരിക്കില്ല, അവർ ഓടും. എന്ത് സാധനവും കിട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ളൊരു കൗതുകം നമുക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയി ഒന്ന് ഇരുന്ന് കഴിക്കാനായിട്ട് ശ്രമിച്ചു. കുറച്ചൊക്കെ കഴിച്ചു. പക്ഷെ നമുക്കങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ കഴിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ചൊരു പാത്രത്തിലോട്ട് മാറ്റി ഒരു കവറിലൊക്കെ ഇട്ട് അടച്ചു വെച്ചു. ഇനിയിപ്പോൾ നമ്മൾക്ക് വീട്ടിൽ പോയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലുലുവിലേക്ക് കടന്നു. ലുലുവിൽ പോയിട്ട് വേറെ ഒന്നും നോക്കുന്നില്ല, കേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ എന്നാണ് പ്ലാൻ ചെയ്തത്. എന്നാലും അവിടെ ചുറ്റും കറങ്ങി നടന്നു. എന്തെങ്കിലും വേറെ ഡെക്കോർ ഐറ്റംസ് കിട്ടുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടോ. അങ്ങനെ കേക്കിൻ്റെ സൈഡിലോട്ട് എത്തി. പിന്നെ ഏത് കേക്ക് വാങ്ങും എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. നമുക്ക് 1/2 kg മാത്രം മതിയായിരുന്നു. ഞങ്ങൾ നോക്കിയത് നമുക്ക് മോം ടു ബി എന്ന് കേക്കിൻ്റെ മേലിൽ വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള കേക്കായിരിക്കണം, അല്ലെങ്കിൽ എഴുതുമ്പോൾ നല്ല ക്ലാരിറ്റിയോടെ കാണണം എന്നൊക്കെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. അതുകൊണ്ട് മുകളിൽ നട്ട്സും പിന്നെ കുറേ ഡെക്കറേഷൻസ് ഉള്ളതൊന്നും ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കേക്കിൻ്റെ മേലെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ.
അങ്ങനെ ടൈം പോകുന്നത് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. കുറേ നേരം നമ്മൾ 3 പേര് നിന്ന് ഡിസ്കസ് ചെയ്തു. അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എങ്ങനെയായിരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് കഴിക്കുമോ, കേക്കല്ലേ മധുരമല്ലേ എന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറേ സമയം അതിൻ്റെ മേലിങ്ങനെ പോയി. നോർമലി ഒരു ഡ്രസ്സ് കടയിൽ പോയിട്ട് ഒരു തുണി വാങ്ങിക്കുമ്പോൾ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിക്കില്ലേ, ഇത് വേണോ അത് വേണോ എന്ന്. ആ സെയിം അവസ്ഥ തന്നെയായിരുന്നു കേക്കിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവരൊരു പാനും പേപ്പറും തന്നിട്ടുണ്ടായിരുന്നു, നമുക്കിങ്ങനെ എഴുതി കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ എഴുതാൻ കേട്ടോ. എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചിരി വരാൻ എത്തുന്നുണ്ടായിരുന്നില്ല അവിടേക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ മോം ടു ബി എന്നൊക്കെ എഴുതി സെറ്റാക്കി. നമ്മളിത് ഒരു ചോക്ലേറ്റിൻ്റെ കേക്കാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ കുറച്ച് ഡെക്കോർ ഐറ്റംസൊക്കെ ഇവിടെ കിട്ടുമെന്ന് നമുക്ക് നോക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിച്ച് ഓരോന്ന് നോക്കി നടക്കുമ്പോഴേ സമയം പോകുന്നത് അറിയുന്നില്ല. പിന്നെ നമ്മളുടെ എന്തുണ്ടെങ്കിലും ഒക്കെ മറക്കാണ് നമ്മളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ. പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം ഫ്രണ്ട്സും കറങ്ങി നടക്കലും എക്സാംസും ഒക്കെ ആയിരുന്നു. ആ ഒരു ലൈഫിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റാണ് UAE ലൈഫ് എന്ന് പറയാനായിട്ടുള്ളത്. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിളായ കാര്യങ്ങൾ, മെച്വേർഡായി. അന്നത്തെ ഏജ് അല്ല ഇന്നത്തെ ഏജ്. ഇന്ന് കുറച്ചും കൂടി നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കണ്ടും പെരുമാറാനായിട്ട് തുടങ്ങി. കുറേ വ്യത്യാസങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് കേട്ടോ. പരിപാടിക്ക് പറ്റിയ ഐറ്റംസ് നമ്മൾ ഇവിടെയും നോക്കി, പക്ഷെ നമ്മളുടെ മനസ്സിനാണെങ്കിൽ അതൊന്നും കിട്ടിയില്ല. പിന്നെ പെട്ടെന്നെടുത്ത് തീരുമാനമായതുകൊണ്ടേ കാര്യങ്ങളൊക്കെ എന്തൊക്കെ വേണമെന്നുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ടെങ്കിലും തീരുമാനം പെട്ടെന്നായതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി ഒന്നും വാങ്ങിച്ച് വെക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഉള്ളത് വെച്ച് പരിപാടി കളറാക്കാം എന്നാണ് വിചാരിക്കുന്നത്. സ്റ്റിൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഫങ്ഷൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അടിപൊളി ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത്. എനിക്കും ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് മോം ടു ബി ഫങ്ഷനൊക്കെ ചെയ്യുന്നത്. എന്തായാലും നന്നാവട്ടെ. നമ്മളുടെ ചെറിയൊരു തട്ടിക്കൂട്ട് പ്ലാനിങ് ആണെങ്കിലും സംഭവം കളറായി കഴിഞ്ഞാൽ രസമാണ്. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം തന്നെ ഇതാണ്. ഇതൊരു വലിയ മെമ്മറി ആയിരിക്കുമല്ലോ, നമുക്ക് പിന്നെയും എടുത്ത് നോക്കാമല്ലോ. ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം കൂടി ഒന്ന് മെർജാക്കിയൊക്കെ വെച്ച് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരു ഇതാക്കുമ്പോൾ പിന്നീട് അതൊരു ഡോക്യുമെൻ്ററി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ സത്യത്തിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ കേക്കൊക്കെ ബില്ലൊക്കെ അടിച്ച് തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് നമ്മുടെ കേക്ക് സേഫായിട്ട് വെക്കണം. ഞാൻ ദേ ഇവിടുത്തെ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നാളെയാണ് ബാക്കി നമ്മുടെ പരിപാടി. എന്താവാന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ അടിപൊളിയാണ്. ഇനി അത് കറക്റ്റായിട്ട് വർക്കായാൽ മതി. നാളത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വേണം ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചെറിയ സന്തോഷമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. ബൈ.